This call is now being recorded. ഓക്കെ പറഞ്ഞോളി. ഇന്നലെ നിങ്ങൾ രാത്രി വിളിച്ച സമയത്ത് ഉം. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ധൃതിയുള്ള സമയമായതുകൊണ്ട് ഷോപ്പിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ല, കുറച്ച് ഇന്നലെ മറ്റേ ആള് busy ഉണ്ടായപ്പോ ലൈനിലെടുത്തതാ. അത് പോട്ടെ. പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു പീരീഡ് ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പൊ ഇത് ബന്ധപ്പെട്ട് ഉം. ഞാൻ സംസാരിച്ചിരുന്ന വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉം. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഉം. കഴിഞ്ഞ 12-ാം തീയതി വിളിക്കുക, ലാസ്റ്റ് വിളിങ്ങൾ വിളിക്കുന്നത് ഉം. ഇന്നലെയാണ്. ഉം. ഇന്നലെയാണ് നിങ്ങൾ ലാസ്റ്റ് വിളി എനിക്ക് വിളിക്കുന്നത്. ഉം. അതിന്റെ തൊട്ട് മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12-ാം തീയതി, കറക്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കണം, 12-ാം തീയതിയാണ് നിങ്ങൾ അതിന്റെ മുന്നോടിയായിട്ട് വിളിച്ച ഫോൺ കോള്. ഉം. ആ ഫോൺ കോളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ച് ഈ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. ഒരു പൂർണ്ണതയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറിന്റെ ആൾക്കാരല്ലേ? ഇല്ല, ക്രിസ്റ്റൽ ക്ലിയർ പറഞ്ഞാലേ ഈ സമയം ഇന്ന് 15-ാം തീയതിയാണ്. ഉം. ഇനി 8 ദിവസമുള്ളത്. ഉം. എവിടെ വെച്ചിട്ട് ആണ് പരിപാടി, ഏതാണ് വേദി? ഈ 7 ദിവസം 8 ദിവസം കൊണ്ട് നമുക്കൊരു വേദി ബുക്ക് ചെയ്യാനൊക്കെ പറ്റുമോ? അത് നിങ്ങൾ നിങ്ങൾ അവിടെ book ചെയ്ത് മലപ്പുറത്ത് ഏറ്റതല്ലേ? ചെയ്യാമെന്ന് ഏറ്റതല്ലേ? അല്ല 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 അല്ലേ? അല്ല ഏറ്റിട്ടില്ലേ? ഇല്ല. അത് ശരി. തെളിയിക്കോ? പിന്നെ നിങ്ങൾ തെളിയിക്കോ? തെളിയിക്കും. എങ്ങനെ തെളിയിക്കും നിങ്ങൾ? ഇതിന് മുൻപത്തെ വീഡിയോകൾ നിങ്ങൾ എടുത്തു നോക്കി. നിങ്ങൾ മിഞ്ഞാന്ന് ലാസ്റ്റത്തെ 12-ാം തീയതി വിളിക്കുമ്പോഴല്ലേ നിങ്ങൾ മലപ്പുറത്ത് പരിപാടി നടക്കൂല എന്ന് പറയണത്? അടിയാധാരല്ല, ലാസ്റ്റ് നടന്ന ലാസ്റ്റത്തെ അല്ല, നമ്മളിത് ഒരു മാസം മുൻപ് തീരുമാനിച്ചതല്ലേ? അതെ, നിങ്ങൾ ഒരു മാറ്റാൻ മാസമല്ല, അതിന്റെ മുകളിൽ സമയം. നിങ്ങളെ ആ സമയം പ്രയാസം അത്രയും നിങ്ങൾ അവിടെ അല്ലേ വിചാരിച്ചത്? അതായിക്കോട്ടെ. നിങ്ങളെ പ്രയാസം പറഞ്ഞപ്പോ എന്താ ഒരു പ്രയാസം പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതിന്റെ ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിയമപരമായിട്ട് ഒരു പരിപാടി നടത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് എനിക്ക് പോലീസ് സുരക്ഷ വേണമെന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ആ വിവരം എനിക്ക് പോലീസ് അറിയിക്കണം, സുരക്ഷ വേണമെന്ന് ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. കൊടുക്കണം. നിങ്ങൾ അതിന് മറുപടി പറയും. നിങ്ങളോട് പോലീസ് സ്റ്റേഷൻ അതിന് മറുപടിയാണിത്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരിപാടി നടക്കുമ്പോ ഒരു കാര്യമല്ല. ഒരു ബീപ്പിന്റെ പ്രശ്നം ഉണ്ടാവില്ല. കൂടുന്നു, നിങ്ങളതാ ബി പി കൂടാൻ പോവാണ്. പക്ഷെ നിങ്ങൾ സംസാരിക്കാനുള്ള വേദി കട്ട് ചെയ്യാണ്. നിങ്ങൾ സംസാരിക്കാൻ പറയണം. അതേ കറക്റ്റ് ആയിട്ട് പറയുന്നത്. മലപ്പുറത്ത് വെച്ച് പരിപാടി നടത്താമെന്നും അതിന്റെ ചെലവുകൾ നിങ്ങൾ എടുക്കാമെന്നും നിങ്ങൾ കമ്മിറ്റ് ചെയ്തതല്ലേ? ഏറ്റാണ് 1.5 മാസം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വിളിച്ചിട്ട് അവിടെ പറ്റൂല എന്ന് പറയണേ? അല്ല, അവിടെ നമ്മള് പറ്റൂല എന്നല്ല പറയണേ. നിങ്ങൾ ഏത് വേദിയെ ബുക്ക് ചെയ്തത്? നിങ്ങൾ ഡിമാൻഡ് വെച്ച് ഊരാൻ നോക്കി. എങ്ങനെ? നിങ്ങൾ ഡിമാൻഡ് വെച്ചിട്ട് എന്ത് ഡിമാൻഡ്? ഒരു പരിപാടി വെക്കുമ്പോ അത് ലീഗൽ ഫ്രെയിംവർക്കിൽ നിൽക്കണം. നമ്മൾ ഇവിടെ രാജ്യത്തെ നിയമം അംഗീകരിക്കേണ്ട ആൾക്കാരാണ്. ഓക്കെ, പരിപാടി സംഘടിപ്പിക്കുമ്പോ അതിൽ ചെയ്യേണ്ട ഒരു മിനിമം സാധനമാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പരിപാടി നടക്കണ്ടെന്ന് അറിയിക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് മുന്നേ തപ്പിൽ എലി ചാടിയമാതിരി കടകടകട. അങ്ങനെയല്ല, നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിയണ വരെ കേൾക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങൾ സംസാരിച്ചോളി. അതല്ലേ ഡീസന്റ്, ഡീസൻസ് ഒക്കെ പരമാവധി നോക്കും. ഇടക്ക് കടകടാന്ന് പറയാൻ മാത്രം മതി. നിങ്ങൾ പറയും. അത് ശരി, ഇടക്ക് പറയേ. കഴിഞ്ഞ 12-ാം തീയതി ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ച സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള പ്രയാസവും പേടിയും അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ സൗകര്യം ഞാൻ കഴിഞ്ഞ് പറഞ്ഞിട്ട് കേട്ടോളി. ഞാൻ പറഞ്ഞു കഴിയട്ടെ മുത്തേ, തിരക്കൂട്ടല്ലേ. നിങ്ങളെ അവസ്ഥ എല്ലാം കൂടെ, പ്രയാസം എല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് എന്താക്ക, ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഗ്രൗണ്ടിലേക്ക് വരാം. കാരണം പിന്നെ നിങ്ങൾക്ക് അവിടെ സേഫ്റ്റിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ആ നിലക്കാണ് ഞാൻ സ്വയം അത് ഏറ്റെടുക്കുന്നത്. ആ രീതിയിൽ റൂം നിങ്ങൾ എന്നോട് അവിടെ എടുക്കാന്ന് പറഞ്ഞു, ഞാൻ ഏർപ്പാടാക്കിക്കോളാന്ന് പറഞ്ഞു. 9:30 മണിക്ക് ദിവസം ഫിക്സ് ചെയ്ത് 23-ാം തീയതി. പിന്നെ മലപ്പുറം എന്നുള്ളതിനോട് വാല്യൂസ് ഇല്ല ഒരു കാരണവശാലും. പിന്നെ സ്ഥലം ഫിക്സ് ചെയ്തില്ല എന്നുള്ള വാക്കോട് ഉപയോഗിക്കാനേ പാടില്ല. അതിനുള്ള പറയാ നിങ്ങൾ ഒരു ഉടായ്പിന്റെ നടക്കൂല. നിങ്ങൾ ആ കാക്കയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഉടായ്പിന്റെ നടക്കൂല. ഞാനൊരു കാര്യത്തിൽ ഇടപെടുമ്പോ അത് ഇങ്ങോട്ട് കൂട്ടിയാ കൂടുന്നതിലേ ഇടപെടാറുള്ളൂ. മനസ്സിലായോ? അല്ലാതെ തൊള്ളമ്മ തോന്നിയത് അപ്പപ്പോ വിളിച്ചു പറഞ്ഞ പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ നിങ്ങളെ മറുപടികൾ കേട്ടോളി. ഈ വെല്ലുവിളി, അതായത് നിങ്ങൾ ഒരു വെല്ലുവിളി എന്നോട്, നമ്മൾ തമ്മിൽ ഫോണിൽ, അതായത് ആ മൈത്രേന്റെ അവിടുത്തെ മലപ്പുറത്തെ പരിപാടി കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസം, അതിന്റെ പിറ്റേ ദിവസത്തെ
നിങ്ങൾ എന്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുകയാണ് അല്ലേ? അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കുറച്ച് 5 ലക്ഷത്തിന്റെയും 10 ലക്ഷത്തിന്റെ ഒക്കെ കഥ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ മുമ്പ് നിങ്ങൾ ആരിഫിനോട് എന്തോ വെല്ലുവിളി നടത്തിയെന്നാണ് അറിവ്. എനിക്കറിയില്ല, അത് പിന്നീട് അതിന് ശേഷം. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഞാനിതൊന്ന് പറയട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞത് ഞാൻ കേട്ടില്ലേ, അത് കേൾക്കും. അപ്പൊ അത് സമയത്ത് നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഡിസംബറിൽ ആ പരിപാടിയിലാണ്. ഡിസംബർ എന്നാണ് എന്റെ ഓർമ്മ. ആ പരിപാടിയിൽ കോഴിക്കോട് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ജനുവരിയില് ഈ പറയപ്പെടുന്ന എന്റെ സംവാദമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ എന്നെ ബ്ലോഗ് ആക്കി നിങ്ങളും കൂടി ഇരുന്നിട്ടുള്ള ഒരു വീഡിയോയിലാണ് ഈ 5 ലക്ഷം ചാലഞ്ചിന്റെ കഥ എനിക്കൊരാൾ അയച്ചു തന്നെ. ജനുവരി 16 ഞാൻ ഈ സംഭവം വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു. ജനുവരി 16 കേട്ടോ. ജനുവരി 16 ഞാൻ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് വരികയും അന്നോ അതിന്റെ പിറ്റേസോ തന്നെ സംസാരിച്ച് നിങ്ങൾ അതിന്റെ ചെലവ് വഹിച്ചോളാമെന്നും നിങ്ങൾക്ക് എന്തോ ഒരു പ്രയാസം, മീൻസ് എന്തോ തടസ്സങ്ങളുണ്ട്, ചില എന്താ വ്യക്തിപരമായിട്ടുള്ള ചില തിരക്കുകളോ കാര്യങ്ങളോ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണുന്നത് ഫെബ്രുവരി 20 ഒരു ഡേറ്റ് ആണ് എന്നാണ് നിങ്ങൾ എന്നോട് ആദ്യം പറഞ്ഞത്. ഞങ്ങളോട് പറയട്ടെ, ഞാൻ പറയട്ടെ, ഇതിനൊക്കെ തെളിവുള്ളതാണ്. ഇതൊക്കെ നാട്ടുകാർ ഫെബ്രുവരി 20 എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞായറാഴ്ച ആവില്ല, 23 അതാ ഞാൻ അതും കൂടിയാണ് പറഞ്ഞു തരാണ്, അതുകൂടി ചേർത്താണ് പറയാൻ. ആദ്യം 20 എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഞായറാഴ്ച 20 വിചാരിച്ചിട്ടാണ് ഞായറാഴ്ച പറഞ്ഞത്. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ചെക്ക് ചെയ്തപ്പോ ഞായറാഴ്ച അല്ല 23 ഞായർ എന്ന് പറഞ്ഞു. ഈ സാധനം തീരുമാനമാവുന്നത് ജനുവരി 20 മുൻപാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നെ ഈ പറയപ്പെടുന്ന ഈ ഒരു വാദം, ഇതിനിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയാണ് മലപ്പുറത്ത് പരിപാടി വെക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയോ? ഏതെങ്കിലും ഹോള് ബുക്ക് ചെയ്യേ എന്തെങ്കിലും ചെയ്യുന്നോ? മലപ്പുറത്ത് നിങ്ങൾ താല്പര്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്ത് വെക്കണത്. അല്ല, അവിടെ നിങ്ങൾ എന്തെങ്കിലും അതിന് ഒരുക്കം ചെയ്തിരുന്നോ ഈ 20 ദിവസം കൊണ്ട്? അല്ല, അവിടെ നിങ്ങള് തിരക്കൂട്ടല്ലേ. മലപ്പുറത്ത് വെക്കുന്ന വിഷയത്ത് കൊണ്ട് എവിടെയാന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് ലാസ്റ്റ് 12 സംസാരിക്കുന്നുണ്ട്. ലാസ്റ്റ് 12 മുമ്പ്, അതായത് 12 എന്ന് പറയുമ്പോ പിന്നെ പരിപാടിക്കുള്ളത് നമ്മൾ 35-40 ദിവസം മുമ്പ് തീരുമാനിച്ച പരിപാടി. അതെ, പിന്നെ 12 ദിവസം 11 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ 12. അതെ, ആയിക്കോട്ടെ. അതിന് മുൻപ് എപ്പോഴെങ്കിലും ആ പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥലമോ സൗകര്യങ്ങളോ ഒരുക്കിയിട്ടുണ്ടോന്ന്? ഈ സ്ഥലം ബുക്ക് ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നുള്ള നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ? അല്ല, ഒരു ഡേറ്റില് അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോന്നാണ് ചോദിക്കണേ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എളുപ്പമാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ സ്ഥലം ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. ഇല്ല, ഓക്കെ. ഇനി പറഞ്ഞുതരാം. അപ്പൊ 12 പിന്നെ നിങ്ങൾ വിളിക്കുന്നു. അപ്പൊ നമ്മൾ വീണ്ടും നിങ്ങൾ ടൈമിങ്ങിന്റെ കാര്യമൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ തീരുമാനമാവേണ്ട വിഷയം ഒരാളുടെ കാര്യമാണ്. ഓക്കെ, ആളുടെ കാര്യം നിങ്ങൾ പറഞ്ഞ നിബന്ധന വെച്ച് നടക്കൂല. അതായത് നിങ്ങൾ ആ നിരന്തരമായിട്ട് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കണം സംവാദം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് അതിനകത്തൊന്നും വലിയ തർക്കമോ അഭിപ്രായമൊന്നും ഇല്ല. കാരണം അതായത് എന്താണ് വിഷയം എന്ന്, വെല്ലുവിളി എന്താണെന്നും ഏറ്റെടുത്തത് എന്താണെന്നും നിങ്ങൾ ആവശ്യം എന്താണെന്നും ഒക്കെ ക്ലിയർ ആയിട്ട് എല്ലാവരും എത്രയോ തവണ പറഞ്ഞതല്ലേ. പക്ഷെ നിങ്ങൾ അവിടെ തന്നെ നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാം. അതിനപ്പുറത്തേക്ക് അതായത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ആരാണ് വിഷയം അവതരിപ്പിക്കേണ്ടത്, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോ ആ പരിപാടി നടത്താനുള്ള സ്ഥലം സൗകര്യം ഒരുക്കലാണ്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവസാന ഘട്ടത്തിൽ 10 ദിവസം മുമ്പ് നിങ്ങൾ വിളിക്കുമ്പോ ഞാൻ നിങ്ങളോട് വളരെ ഫോർമൽ ആയിട്ടുള്ള കാര്യമാണ് പറയണത്. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ ഇപ്പൊ ഞങ്ങളാണ് അയ്യൂബ് മൗലവി ജബ്ബാർ മാഷ് സംവാദം സംഘടിപ്പിച്ചത്. ക്ലിയർ ആയിട്ട് പിന്നെ അയ്യൂബിന്റെ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു അതിന് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അതായത് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സെൻസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലീസിൽ അറിയിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മനസ്സിലായോ? സംഘാടകരുടെ ബാധ്യതയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നവിടെ വിളിച്ചു പറയോ അല്ലെങ്കിൽ ഒരു നോട്ട് കൊടുക്കുകയോ ചെയ്യുക. മനസ്സിലായോ? ഇൻഡോർ സ്റ്റേഡിയം ആണ്, അകത്തുള്ള പരിപാടിയാണെങ്കിൽ പ്രത്യേകിച്ച് മൈക്ക് പെർമിഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ബാധ്യതയാണ്. മനസ്സിലായോ? അത് ചെയ്യണം എന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതിന് പകരം ഒരു മിനിറ്റ് അതിന് പകരം നിങ്ങള് അല്ലെങ്കിൽ ഞാൻ എന്നെ ബ്ലോഗ് ആക്കി കൂടി എന്താക്കി, എനിക്ക് പേടിയായതുകൊണ്ട്, എനിക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്റെ ആശങ്ക പരിഗണിച്ച് ഞങ്ങളുടെ എന്താ ആശങ്ക പറഞ്ഞത്? ലിമിറ്റ് ഒക്കെ ഉണ്ടേ. കേട്ടോളി പറഞ്ഞുതരാം. പറഞ്ഞോളി. പറഞ്ഞുതരാം.
അതൽക്കം തന്നെ പോരട്ടോ. ഒന്ന്, മൈത്രനായിട്ട് സംസാരിച്ച ദിവസമാണ് നമ്മൾ തമ്മിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. നിങ്ങളെനിക്ക് മനസ്സിലായിന്, നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചും കണ്ടു. മൈത്രനെ ഞാനിവിടെ വെച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട് ദീനില് ഐക്കന്നെ വരുന്ന നിങ്ങൾ അവിടുന്ന് പോകുന്നല്ലേ, ഞാൻ അവിടുന്ന് പോരുന്നേ. അപ്പൊ ഖുർആനിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടോ ചോദിച്ചപ്പം ഖുർആനിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടോ? ഓരോ പോരായ്മക്കും 16 റുപ്യ തോതിൽ ഞാൻ തരാം, ലൈവായിട്ട് എന്റെ മുന്നിൽ വിഷേട്ടതാ. അവിടുന്ന് വെളിക്ക് പോവാണ്. ഈ പൂർണ്ണതല്ല സാധനം ഞങ്ങൾക്ക് വേണ്ട, പോരായ്മ ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരുന്നു ഫസ്റ്റ്. ഞാനും ഇയാളൊന്ന് പിരിയണ് മൈത്രനായിട്ട്. എന്നതിന് ശേഷം ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോ തന്നെ എനിക്കരങ്ങൾ ഏറെ പോരാന്ന്. അതുകൊണ്ട് പച്ചയില് പറയണത് കേട്ടോളി ചെറുച്ചണ്ട. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ആ ജാമിദാനും കൂട്ടിക്കോളി, ജബ്ബാറിന് കൂട്ടിക്കോളി, നിങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് കച്ചറക്കല്ലല്ലേ വരാം. കച്ചറക്കാണ് വരുന്നത്. അവസാന ഘട്ടത്തിൽ കച്ചറ റൗണ്ടിലാണ്. അതായത് ഈ പരിപാടി നടത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ല, അത് ഞാൻ കാരണം മുടങ്ങി എന്ന് വരുത്തി തീർക്കണം. വേദി പോലും തീരുമാനിക്കാത്തത്. കഴിഞ്ഞോ? ആ വിഷയം പറയാ. അങ്ങനെ വരുന്ന സമയത്ത് 12-ാം തീയതി വിളിച്ച് ഞങ്ങളോട് ആദ്യം തന്നെ ആവശ്യപ്പെടുന്നത് കുറഞ്ഞ സമയമുള്ളട്ടോ ലേഖക് സാഹിബ്, അതിന്റെ മുന്നേ വിഷയങ്ങൾ വേഗം പൂർത്തിയാക്കണം, പൈസ കെട്ടേണ്ടോടത്ത് ഞാൻ കെട്ടിക്കോളാം, അതിനെന്താ വേണ്ടി വെച്ചാൽ ചെയ്യണം. ഇതൊക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്ത് വെച്ച് വെക്കുക എന്ന് പറഞ്ഞു. മലപ്പുറത്ത് വെച്ച് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസിൽ ഇൻഫർമേഷൻ കൊടുക്കണം. മലപ്പുറത്ത് വെക്കുക എന്നല്ല, എവിടെ പരിപാടി വെക്കുകയാണെങ്കിലും പരിപാടി സംഘടിപ്പിക്കുന്നവർ അത് നിയമപരമായിട്ട് അതിൽ ചെയ്യേണ്ട ലീഗൽ ഫ്രെയിംവർക്ക് ചെയ്യണം. അതോർമ്മിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതൊരു അവസരമായിട്ടാണ് തോന്നിയത്. എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞുതരാം. സുരക്ഷയുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. സുരക്ഷയുടെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞപ്പോ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു അത് അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ശരിയാവൂല, അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ? അതെങ്ങനെ പരിപാടിയിലേക്ക് നമ്മൾ ഞാൻ അതിഥിയായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതെ. അപ്പൊ ഇവിടെ പല രീതിയിലുള്ള അവസ്ഥകളിലുള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്കൊരു സേഫ്റ്റി വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സൂചിപ്പിക്കുന്നത് ആ നിലക്കാണ് പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുക്കണം. ഇഞ്ഞവിടെ നിൽക്കട്ടെ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് ആ രീതിയിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. നിർത്തിലേക്കട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ക്ലിയർ ആളല്ലേ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അവതരിപ്പിച്ച് പോരും. നിങ്ങൾക്ക് എന്താ ഉറപ്പില്ലാത്തത്? ഒരാള് വിഷയം പറയുമ്പോ ഒച്ചട്ട് ബ്ലോക്ക് ചെയ്യല്ലേ ചെയ്യേണ്ടി. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ഷമിക്ക്. അതെ ഉണ്ടാക്ക്. അപ്പം നിങ്ങൾക്ക് പറ്റിയ, നിങ്ങൾക്ക് ചവിട്ടി കുത്താൻ പറ്റിയ സ്ഥലത്തേക്ക് സൗകര്യമുള്ള സ്ഥലം ഒച്ചട്ടാണ്ടല്ല പണിയെടുത്തത്. ക്രിസ്റ്റൽ ക്ലിയർ സംസാരിക്കാനുള്ള വേദി കൊണ്ടാ. അതൊക്കെ ഉണ്ട്. അതായത് 30 ദിവസം കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ല. പൊന്നാര മുത്തേക്ക് എന്നിട്ട് 10 ദിവസം മുമ്പ് വിളിച്ചിട്ട് ഞാൻ ഒരു ലീഗൽ ഫ്രെയിംവർക്കിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾക്ക് എന്താ ധൈര്യമില്ലാത്ത? അന്റെ ഉഴപ്പൊന്നും നിന്റെ അടുത്ത് നടക്കൂല. നിങ്ങൾ കയ്യിൽ വെച്ചാ മതി. എന്നാ കേക്ക് പറഞ്ഞേക്കാം. ഇത് തോണ്ടിയ സ്ഥലം മാറി, എനിക്ക് പയച്ചു പോയത് കേട്ടോ. റെക്കോർഡുള്ളതായി പറയണേ. ഇങ്ങോട്ട് വരുന്ന വിഷയത്തിൽ നിങ്ങൾ പ്രയാസം സൂചിച്ചപ്പം സൂചിപ്പിച്ചിട്ടില്ല, നോണ പറയരുത്. മലപ്പുറത്ത് വരുന്ന വിഷയത്തിൽ ഒരു പ്രയാസം ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ റിസ്ക് ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ പോലെ ആരെങ്കിലും എന്താ ചെയ്യും? അങ്ങനത്തെ സാഹചര്യം നടത്തുന്ന സമയത്ത് സേഫ്റ്റി വേണമെന്ന് പറഞ്ഞു. ഞാൻ റിക്കാർഡ് തരാം. പരിപാടി നടക്കുമ്പോ അതിന്റെ സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കേണ്ടത് പരിപാടി നടത്തുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരം സംഗതിക്ക് വരുമ്പം അവിടെ ഇളക്കുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വോളണ്ടിയേഴ്സിനെയോ അല്ലെങ്കിൽ അതിന് വേണ്ട ആൾക്കാരോ അറേഞ്ച് ചെയ്യൽ സംഘാടകരുടെ ഉത്തരവാദിത്തമാണ്. അത്രേ. അപ്പം ആ രീതിയിലെ റിസ്ക് നിങ്ങൾ ഏൽക്കണ്ട. അതെന്ത് റിസ്ക് നിങ്ങൾക്ക്? അതിലെന്താ നിങ്ങളെ റിസ്ക് അതെന്ന് പറയും.
ആരെങ്കിലും നിങ്ങളെ ഇവിടെ ചെയ്യേ അല്ലെങ്കിൽ ചെയ്യാക്കെ ഇതൊന്നും ഞാൻ തലയെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അതുകൊണ്ട് അതെന്താ എന്തിനാ കയ്യാത്ത കാര്യം ഏറ്റെടുക്കണേ? നിങ്ങൾ വല്ലതും പ്ലാൻ ചെയ്തിക്കണോ? ഞാൻ പ്ലാൻ ചെയ്തതിന് നിങ്ങളുടെ അങ്ങോട്ട് വരാന്ന് പറയില്ലല്ലോ, നിങ്ങൾ അണ്ടർക്ക് വരാന്ന് പറയില്ലല്ലോ. ഇന്ന് കേക്ക് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ലോകത്തൊരു പരിപാടി നടക്കുമ്പോ നിങ്ങൾ നാസറാക്കല്ലേ, നിങ്ങൾ എന്റെ മുന്നിൽ നാസറാക്കല്ലേ, എന്നെ ഗ്ലോബലാലി കുറച്ച് എന്നെ ബ്ലോഗാലി പരിപാടിക്ക് വേണ്ടി ഒരു പരിപാടിക്ക് വെല്ലുവിളിക്കുകയും വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് 25 ദിവസം കിട്ടിയിട്ട് വേദി പോലും ബുക്ക് ഇത് പറഞ്ഞോടത്തുനിന്ന് പോലെ ഇവിടുന്ന് അവിടുന്ന് പോ. ഞാൻ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടോ ഇനിയും താഴത്തുനിന്ന് തോണ്ടല്ലേ? ഞാൻ പൂർത്തിയാക്കട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് പറയും. അതന്നെ പറയണേ. അതിന്റെ ഇടത്ത് എനിക്ക് പേടി. ആർക്കെന്ത് പേടി? എന്നാ മിണ്ടാക്ക് കുറച്ച് മിണ്ടാക്ക്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ ചീത്ത അറിയണമൊന്നുമില്ലല്ലോ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. എന്തെനിക്ക് ബേജാറ്. അപ്പൊ അങ്ങനെ ഒരു വേട്ട നിങ്ങളെ ഉള്ളിൽ കുടുങ്ങിന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്ക് തോന്നണെങ്കിൽ എനിക്ക് നോണ അറിയാന്ന്. അപ്പൊ മൊത്തത്തില് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ഈ വിഷയം കൂടി ഞാൻ ഏറ്റെടുക്കുക ചെയ്യണേ. എന്താ ഏറ്റെടുക്കണ നിങ്ങള്? നിങ്ങള് സൗകര്യപ്പെട്ട സ്ഥലത്തേക്ക് നിങ്ങളെ നിക്കുന്ന പ്ലേസിലേക്ക് ഞാൻ അങ്ങോട്ട് വരാം. അവിടെ റൂം നിങ്ങൾ എടുത്തോളാന്നും പറഞ്ഞോട്. അത് പറഞ്ഞിനോ? ഇവിടുന്ന് കുറച്ചൊരു കയറ്റം ഏൽപ്പിക്കട്ടെ. അതെ, അമ്മ അങ്ങനെ കരാർ ഏറ്റില്ലല്ലോ. പൊന്നാര മുത്തേ കേക്ക് തിരക്കൂട്ടല്ലേ, നാസറാക്കല്ലേ. അല്ല, നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് 25 ദിവസം കിട്ടിയിട്ട് സ്ഥലം പോലും തീരുമാനിച്ചു. അവിടുന്ന് വേണ്ട, ഞാൻ പറഞ്ഞോടത്ത് പൂർത്തിയാക്കട്ടെ. അപ്പൊ പിന്നെ അവസാന നിമിഷം നിങ്ങളെ നമ്പർ ഇറക്കിയതാണ് സുരക്ഷ ഒരുക്കാൻ നമുക്ക് പറ്റൂല. അതെ, ഇങ്ങോട്ട് നിങ്ങൾ റൂം ഏറ്റില്ലേ? നിങ്ങളെ സ്ഥലത്ത് ഒരുക്കിക്കോളി. നിങ്ങൾ റൂം എടുക്കാന്ന് ഏറ്റില്ലേ? ആയിക്കോട്ടെ ഞാൻ ഏറ്റു. എന്നെ ഗ്ലോബില് നാസറാക്കല്ല കാര്യം പറയണ പോലെ എടുത്ത്. അയാൾക്ക് വിവരമുണ്ടോ അല്ല എന്നുള്ള നിങ്ങൾ തീരുമാനിച്ചോളി. അപ്പൊ നിങ്ങളെല്ലാം ഇടയ്ക്ക് അയാളെ പോരായ്മ പറയണ്. അയാൾ കിടക്കണ അല്ല, ഞാൻ കേട്ടില്ല. നിങ്ങൾ ലൈവ് ഞാൻ കേട്ടു. എന്നാ എന്നോട് ആ രീതി പെരുമാറണം. എന്റെ മുന്നിൽ നിങ്ങൾ നാസറാക്കാണ്ട. അതേ പറയുന്നത്. ഇക്കോടെ കേക്ക് പറഞ്ഞ കേക്ക് അവിടുന്ന് കയറ്റിക്കൊണ്ടോട്ടെ, അവിടുന്ന് കയറ്റിക്കൊണ്ടോട്ടെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നു. അപ്പൊ ആ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുത്ത് അങ്ങക്ക് പാകള്ള ചവിട്ടി കൂത്താൻ പറ്റിയ സ്ഥലം എവിടെയായാലും ഇതിനൊക്കെ മലയാളം വാക്കിനൊക്കെ ഓരോന്നിനും അർത്ഥമുണ്ട്. നിങ്ങളെ കൊണ്ട് മലപ്പുറത്ത് പരിപാടി സുരക്ഷിതമായിട്ട് പരിപാടി സംഘടിപ്പിക്കാൻ പറ്റൂല നിങ്ങൾ പറഞ്ഞു. നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്താലോ നിങ്ങൾക്ക് തന്നെ ഒരു പേടി. അപ്പൊ പിന്നെ നിങ്ങള് ആ റിസ്ക് എടുക്കാൻ വയ്യാന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു എറണാകുളത്തേക്ക് വേണമെങ്കിൽ ഞാൻ വരാം. അപ്പൊ നിങ്ങൾക്ക് പറ്റൂലാത്തോണ്ട് ഞാൻ ഇന്റെ കൂട്ടത്തിലുള്ള ഒരാള് ഞാൻ പറയാതെ തൊള്ളോർക്കൂല. പിന്നല്ല എന്നെ കാട്ടല്. പിന്നെന്താ നിങ്ങൾക്ക് ബേജാറ്? എനിക്കെത്ത ബേജാറ്? പിന്നെന്താ ബേജാറ് നിങ്ങൾക്ക് പരിപാടി മലപ്പുറത്ത് നടത്താൻ? പറഞ്ഞ സുരക്ഷയുടെ കാര്യം ഉറപ്പ് തരാൻ കഴിയൂല. കൈയല്ല തലയാണ്. എന്നെ ബ്ലോഗല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. കൈയല്ല വെട്ടേണ്ടത് തലയാണെന്ന് പറഞ്ഞ മുതലാണ് നിങ്ങള്. അതെ, കൂട്ടത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ നിങ്ങളോട് സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കേട്ടോ, അവൻ പറഞ്ഞുതരാം. ലേഖ സാഹിബ് ഇന്നെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ആഹാരം പ്രതീക്ഷകളിലാണ് ഉരുളിങ് എടുത്ത് പോകാൻ കഴിയുമെന്നാ ഞാൻ നോക്കണേ. കേട്ടോ 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 അപ്പൊ കേട്ടോ 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 ഒക്കെ എനിക്ക് പറയാം, ഒക്കെ എനിക്ക് പറയാം. അപ്പൊ ഇന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്നെ കൊല്ലണമെങ്കിൽ ഞാൻ നിന്ന് തരും. ഒരാഴ്ച മുന്നേ പറഞ്ഞാൽ മതി എനിക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ട് എന്ന് പറഞ്ഞാൽ കയ്യും കെട്ടി നിന്ന് തരും. കാരണം എനിക്ക് ലക്ഷ്യമുണ്ട്. നിക്ക് മുത്തേ, പൊന്നാര മുത്തേ, നിക്ക് കേട്ട് അതേ സ്ഥാനത്ത്. അതെ, ഞാൻ പറയുന്നത് കേക്ക് വരുമ്പോ എന്നെ ഗോപലല്ലേ, നാസറാക്കല്ലേ, ഞാൻ പറയും നാസറാക്കല്ലേ, സൂചിത്തുമ്പോ കുറച്ചൊരു വേദന. മോശക്കാരനാണ് നിങ്ങൾ ഇന്നോട് പറയേണ്ടത്, അയാളോട് പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾ നാസറാക്ക വർത്താനം പറഞ്ഞ നിങ്ങൾ പറയില്ലേ? ഞാൻ പറയും. ഞാൻ പറയണ അതിന്റെ താരാറ് ഞാൻ പറയാം. അതെല്ലാം സമയം തരി.
ഇങ്ങോട്ട് പറഞ്ഞോളി. വെറുതെ കിടന്ന് ഉരുളാതെ നിങ്ങൾ കാര്യം പറയും. അവസാനത്തെ കാര്യം എന്താ നിങ്ങളെ തീരുമാനം എന്താ പറയും? ഇതിപ്പോ എന്റെ മേത്ത് പൊള്ള ഓണ്ടാജി കിടന്ന് സൂചിയൊക്കെയാണ്. എവിടെയാണ് പരിപാടി പോലും തീരുമാനമാക്കാതെ കേട്ടോ വിഷയം ഞാൻ അവതരിപ്പിക്കുന്ന പറഞ്ഞ നിലവിളിക്കലേന്നോ? ഈ 12-ാം തീയതി വ്യക്തമായിട്ട് ക്ലിപ്പിൽ നിങ്ങൾ സ്ഥലത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റാണ്. ജനുവരി 16 പരിപാടിയാണ് ഞാൻ പറയുന്നത്. ഫെബ്രുവരി 12 ഇത് റിക്കാർഡാണ്. ഞാൻ ഈ പറയുന്ന സംഗതി ഇല്ലെങ്കിൽ എനിക്ക് 5 ലക്ഷം റുപ്യ കൊടുത്തേക്കും. ഞാൻ കൊടുത്തേക്കും. നിങ്ങളെ വമ്പത്തരം നടക്കൂലെന്ന് പറയാനാണ് കേട്ടോ. ലേഖത്തെ മീൻ ഇരട്ട് കൊടുക്കണ മീനിന്റെ പള്ളറക്കാനല്ല, ആ സാധനം വലിച്ചെടുക്കാനാ. ആ നോർമലെങ്കിലും ആ നോർമൽ ഒരു മൈൻഡെങ്കിലും വേണ്ട സുഹൃത്ത് എനിക്ക്. ആരെങ്കിലും ആയിക്കോട്ടെ, ഇത് പൂർത്തിയാക്ക തിരക്കൂട്ടണ്ട. എന്തിനാ കിടന്ന് ബേജാറാണ്? 30 ദിവസം കിട്ടിയിട്ട് ഒന്നും ചെയ്യാതെ ഇത് പറഞ്ഞതിന്റെ ബാക്കി പറയട്ടെ മുത്തേ. നിങ്ങൾക്ക് സുരക്ഷിതമായി പരിപാടി സംഘടിപ്പിക്കാൻ കളി കൊണ്ട് കൂട്ടിയാൽ കൂടുതലാ നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ ഏറ്റെടുത്തു. ഇനി പറഞ്ഞോളി, ബാക്കി പറഞ്ഞോളി. അപ്പൊ അങ്ങനെ വന്നപ്പോ ആ ഓഡിയോയിൽ എന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ അണ്ടറിലേക്ക് ആ അണ്ടറിന്റെ അവസ്ഥ വ്യക്തമായിട്ട് പിക്ചറിന്റെ അടുത്തുണ്ട്. കാരണം അവിടെ സംഖ്യകളും ഉണ്ടാവും, ഏതങ്കുമാന്റെ സാധനമൊക്കെ ഉണ്ട്. അവിടേക്ക് ഞാൻ അങ്ങോട്ട് വരാന്ന് എന്നോട് ഏറ്റി. ആ ഏറ്റതിന്റെ അടിസ്ഥാനത്തിൽ റൂം ഇന്ന സ്ഥലത്ത് എടുത്തോളാന്നും പറഞ്ഞു. സമയം 9:30 മണി. അതായത് നിങ്ങളെയും കൊണ്ട് കൂട്ടിയാൽ കൂടുതലാ നിങ്ങൾ പറയുന്നു. ഞാൻ അഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആളല്ലല്ലോ. 10 ദിവസം കൊണ്ട് പരിപാടി നടത്താന്ന് ഞാൻ പറയണു. അപ്പൊ ഞാൻ അവിടെ തന്നെ ജയിച്ചു. കേക്ക്. അങ്ങനെ റൂമിന്റെ കാര്യങ്ങൾ ഗ്യാരണ്ടി ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്ന് 13-ാം തീയതി പിറ്റേന്ന് എന്താണ് 13-ാം തീയതി രാവിലെ ഈ ക്ലിപ്പ് നിങ്ങൾ പുറത്തേക്ക് ഇടുകയാണ്. വിഷയം കേൾക്കണം. വിഷയം ശരിക്കും ശ്രദ്ധിച്ചോണം. 12-ാം തീയതി രാവിലെ 9:30 മണിക്ക് 10 മണിന്റെ ഉള്ളിലാണ് നമ്മൾ സംസാരിച്ചത്. എന്നതിന് ശേഷം നമ്മൾ സംസാരിച്ച ഓഡിയോ പുറത്തു വിട്ടു. ഈ പുറത്ത് വിട്ടതിന്റെ മുമ്പിലായിരിക്കും തമ്പിലേൽ നിങ്ങൾ കൊടുത്തത് അനിശ്ചിതത്വം എന്നെഴുതി. അല്ല, തുടരുന്നു. അനിശ്ചിതത്വം തുടരുന്നു. സത്യല്ലേ? ഈ ഒരു വേർഡ്സ് അല്പം ഉളുപ്പുണ്ടെങ്കിൽ അതിൽ നല്ല ഞാൻ ഇല്ലാന്ന് പറയാ കഴിയൂലെന്ന് പറഞ്ഞാ പോരെ. ഞാൻ 50 കേട്ടോ കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ബേജാറ്? സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയില്ല. അനക്ക് ചവിട്ടി കുത്തി നിരങ്ങാൻ പറ്റിയ സ്ഥലത്തേക്കാണ് വരാന്ന് പറഞ്ഞില്ലേ. പിന്നെ എനിക്കെന്ത് സുരക്ഷിതത്വം? പിന്നെന്ത് സുരക്ഷിതത്വം? അന്റെ സൗകര്യത്തിന് കൊണ്ടാണ് ഈ പരിപാടി ഞാൻ അല്ല എന്നോടെല്ലാം ഞാൻ തുറന്ന് വ്യക്തമായിട്ട് A മുതൽ Z വരെ പറഞ്ഞത്. എനിക്ക് ദീനിൽ എന്റെ ന്യൂനത ഉണ്ടെങ്കിൽ പറയാന്ന് എന്നോട് പറഞ്ഞത്. എന്തേക്കത്തെ കേട്ടോ, ദീനിലുള്ള ന്യൂനതാന്റെ അടിസ്ഥാനത്തില് ആ വിഷയത്തില് അടിമത്തം എനിക്ക് എടുത്തിട്ടൂടെ? അത് ഞാനല്ലേ തീരുമാനിക്കും. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ നിയമല്ലേ? എന്തോ ഒരു കഥ സുഹൃത്തെ. ഞാൻ എന്നോട് പറയണേ, ഞാൻ എന്നോട് നാട്ടുകാർ കേട്ട നാട്ടുകാരുടെ കാര്യത്തിൽ എനിക്ക് വേചാറ്, സംഖ്യയുടെ കാര്യത്തിൽ എനിക്ക് പൊറുതിയെടുക്കുക. കാരണം എന്റെ ക്ലാസ് കേട്ട് ആ കുറച്ചൊരു ഉളുപ്പ് എനിക്ക് ഉണ്ടാവും കരുതി. ഞാൻ പോട്ടെ കേട്ടോ, ബാക്കി കേട്ടോ. എന്റെ വെയ്ത്തോലെ എന്റെ പിന്നാലെ കൂടെ ഞാൻ വരി എവിടെ വേണ്ടി എന്റെ സൗകര്യത്തിനൊക്കെ ചെയ്തു പറഞ്ഞിട്ടില്ല. നോണ പറയണ്ട. ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ പറയട്ടെ. ഈ ജനുവരി 16-ാം തീയതി തീരുമാനിച്ച സംവാദം, ഉറപ്പ് പറഞ്ഞ സംവാദം, മലപ്പുറത്ത് നിങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ സംവാദം, പിറ്റത്തെ മാസം പിന്നെ ഫെബ്രുവരി, അതായത് 1 മാസത്തിന്റെ ഇപ്പുറം നിങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കുമ്പോ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട സുരക്ഷയുടെ കാര്യങ്ങള് സംഘാടകർ എന്നുള്ള രീതിയിൽ നിങ്ങളെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞപ്പോ സുരക്ഷ ഒരുക്കാനൊന്നും ഞങ്ങൾക്ക് സംഘാടകരുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള ചർച്ച വേർഡ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. സംഘാടകർ എന്ന് പറഞ്ഞാൽ അതൊക്കെ പരിപാടി സംഘടിപ്പിക്കണവരാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പരിപാടി സംഘടിപ്പിക്കുന്നവരാണ് സംഘാടകർ എന്ന് പറയാം. നിങ്ങൾ ഒരാളാണെങ്കിൽ നിങ്ങൾ തന്നെ സംഘാടകൻ. മലയാളമൊക്കെ അറിയാത്തതിന് ഇപ്പൊ എന്റെ മേൽക്കിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. 2 ദിവസം മുമ്പ് ഒരു മിനിറ്റ് അവിടേക്ക് 1.5 മാസം 1 മാസം കൈ കിട്ടിയിട്ട് പരിപാടി നടത്താനുള്ള ഒരു സ്ഥലം പോലും തീരുമാനിക്കാതെ, ആലോചിക്കാതെ, അന്വേഷിക്കാതെ
പരിപാടിയുടെ 12 ദിവസം 11 ദിവസം മുമ്പ് വിളിച്ചിട്ട് ഈ മാതിരി ഡയലോഗ് അടിക്കാം. ആ വിഷയം എന്തിനാ അപ്പൊ ഇരിക്കുന്നത്? ആ സ്വാഭാവികമായിട്ടും വിഷയം അത് ഏറ്റ കാര്യത്തില് അത് ഈ 12-ാം തീയതി നിങ്ങൾ ബഹളം 12-ാം തീയതി ഉണ്ടാക്കല്ലേ? ഏറ്റില്ലേ? നിങ്ങൾ 12-ാം പറഞ്ഞതൊക്കെ തീയതി ഞാൻ കേട്ടില്ല. ഏറ്റില്ലേ? നിങ്ങൾ ഞാൻ പറഞ്ഞ കേക്ക്. സ്ഥലത്തിന്റെ പ്രശ്നമല്ലല്ലേ പറഞ്ഞത്? സ്ഥലത്തിന്റെ പ്രശ്നമല്ലല്ലോ ഇഷ്യൂ ആയിട്ട് പറഞ്ഞേ. അന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ ആയിട്ട് പറഞ്ഞത് ഒരുങ്ങിയിട്ടില്ല, സുരക്ഷ ഇല്ലാന്നില്ല. തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ പരിപാടി നടത്തുമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥലം കണ്ടാക്കണ്ടേ? അന്നോട് 10 ദിവസം ഡീറ്റ് മുമ്പാണോ വരെ ഞാൻ പരിപാടിക്ക് 10 സ്ഥലം ദിവസം മുന്നേ കണ്ടെത്തുക? ഏർപ്പാടാക്കാന്ന് പറഞ്ഞില്ലേ? 15 20 ദിവസം മുൻപ് സ്ഥലം അറിയിക്കണ്ടേ? അന്ന് ഒരു 12 ദിവസം മലപ്പുറത്ത് 23-ാം തീയതി പരിപാടി നടത്തണമെങ്കിൽ തീരുമാനിച്ചിട്ടില്ല എന്നതിന്റെ ലേക്കത്തെ ഒന്നാമത്തെ തെളിവാണ് 20 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ പരിപാടി നടത്തണം തീരുമാനിച്ചിട്ടില്ല. ലേക്കത്തെ എനിക്ക് കുറച്ച് കാട്ടം കമ്മി ഉണ്ടെങ്കിൽ എന്നോട് ഞാൻ പറഞ്ഞു ആ നിങ്ങൾ ആ ജാമിദാനെ കൂട്ടിക്കോ, നമ്പറൊക്കെ നിങ്ങളെ ആ മുഹമ്മദ് നബിന്റെ ജാമിദാനെ നമ്പറൊക്കെ കൂട്ടിക്കോ. ഉറുവനോട് അബൂബക്കർ പറഞ്ഞ ഡയലോഗ് ഒന്നും അടിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂല. മനസ്സിലായോ? ആ ഉളുപ്പത്തരൊക്കെ അവിടെ കയ്യിൽ വെച്ചളി. ഉളുപ്പില്ലായ്മയൊക്കെ ആ ഉളുപ്പില്ലായ്മയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അവിടെ ദൈവം നിന്ന നടത്തിനോ? ആ ദൈവം നിന്ന് തന്നെയാണ്. ഞാൻ 5000 റുപ്യ ദൈവത്തിന് തരും. സുഖിപ്പിക്കണ പരിപാടിയാണ്. ഞാൻ 5000 റുപ്യ ഒക്കെ നമുക്ക് ചർച്ചടാ. ദൈവത്തിന് സുഖം കൊടുക്കുന്ന അഥവാ ദൈവത്തിനെ നിന്ദിച്ചെന്നുള്ള എന്റെ മുന്നിൽ തെളിയിച്ച എനിക്ക് 25000 റുപ്യ കിട്ടും. നിങ്ങളടുത്ത് 5 നയാ പൈസ ഉണ്ട്. തരാനുള്ള ധൈര്യം പോയിട്ട് നേരിട്ട് വന്ന് നിൽക്കാനുള്ള അല്ല ധൈര്യം. പൊന്നാര ലേക്കത്തെ എനിക്ക് ബാലപാഠം പോലെ അതിനെ കുറിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് വിഷയത്തുമെന്ന് പോലെ നിങ്ങൾ വിഷയം മാറ്റി പോലെ ഇജ കൊണ്ടേത് അപ്പം 20 ദിവസം കിട്ടി, 20 22 ദിവസം കിട്ടിയിട്ട് ഒന്നും ചെയ്യാത്ത നിങ്ങള് നിങ്ങൾ ചെയ്ത് നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾ അണ്ടർക്ക് ഡേറ്റ് തന്ന് നിങ്ങൾ അണ്ടറിലേക്ക് ഡേറ്റ് തന്ന് ഞാൻ പിന്നെന്തിനാ തല പൊടിക്കണേ? ഞാൻ തടി സമ്പത്തും എന്റെ അടുത്തേക്കാണ്ട് എത്തിക്കാന്നാ പറഞ്ഞേ. ഞാൻ എന്റെ തടി സമ്പത്തും എന്റെ തടി സമ്പത്തും അവന്റെ കൗണ്ടറിലേക്ക് ഇട്ടരാന്ന് തന്നെ. അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നിങ്ങളെ മടയിൽ വന്നിട്ട് എടുത്തോട്ട് വരും. പിന്നല്ലേ അപ്പച്ചി പറയണ്ടേ മലപ്പുറത്തേക്ക് വരാന്ന് പറഞ്ഞത് വരൂലെന്ന് പറഞ്ഞു നിങ്ങളോട്. അതിപ്പോഴല്ലേ വരൂലെന്ന് പറഞ്ഞു നിങ്ങളോട്. അത് 12-ാം തീയതി കേക്കട്ടെ ആൾക്കാര്. 12-ാം തീയതി ക്ലിപ്പില് ലാസ്റ്റത്തെ വിഷയം കേക്കട്ടെ. ലാസ്റ്റത്തെ വിഷയം ഉണ്ടാവുന്ന തുടക്കത്തിനാണല്ലോ. അല്ല സുരക്ഷ ഉറപ്പ് തരാൻ കഴിയില്ല. കുറച്ചൊന്ന് ക്ഷമിക്കില്ലേക്ക്, കുറച്ചൊന്ന് ക്ഷമിക്ക്. ഞാൻ നിങ്ങളെ ചീറ്റൊന്നും പറയില്ലല്ലോ, ചീറ്റൊന്നും പറയില്ലല്ലോ. സുരക്ഷ ചെയ്യേണ്ടി പറയണ്ട, ചെയ്യാന്ന് ചെയ്താൽ മതി. അന്തസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ 22-ാം തീയതി 16-ാം തീയതി ജനുവരി തീരുമാനിച്ച സംവാദത്തിന് ഫെബ്രുവരി 12-ാം തീയതി വരെയും നിങ്ങൾ ഒരു സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾ അതിലുള്ള താല്പര്യം മനസ്സിലായി. നമ്മൾ അതിന്റെ മുന്നേ സംസാരിച്ചപ്പോ വിഷയമൊക്കെ ചർച്ച ചെയ്യണ്ടല്ലോ. എന്ത് അതിന്റെ മുന്നൊക്കെ 2-3 സംസാരിച്ചണല്ലോ. ഏത് ഹാളാ ബുക്ക് ചെയ്തിരുന്നത്? ഞാൻ ബുക്ക് ചെയ്തില്ല നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങൾ ബുക്ക് ചെയ്തേ, നിങ്ങളോട് നിങ്ങൾ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ? 12-ാം തീയതി നിങ്ങൾ ബുക്ക് ചെയ്യാന്ന് നിങ്ങളോട് പറഞ്ഞോ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ പോയിട്ട് അവിടെ ഏതെല്ലാം തപ്പി പിടിച്ച് ഒപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് വെച്ചത്. ആൾക്കാരെ അറിയാതെ മറക്കിരിക്കാൻ പോകാനല്ലോ നമ്മൾ ഹാള് ബുക്ക് ചെയ്യണത്. അതിന് കൂടിയ സമയത്ത് എന്നെയും കൂടി അറിയിക്കണ്ടേ മുൻകൂട്ടി? നിങ്ങൾക്ക് ആളുമാണെങ്കിൽ മലപ്പുറത്ത് ഇപ്പം പോയി ആക്കിക്കാൻ കഴിയുന്നുള്ള കാഴ്ചപ്പാട് തന്നെ ഞാൻ. അത് നിങ്ങൾക്ക് ഉണ്ടായിട്ട് കാര്യമില്ല സുഹൃത്തെ. ഒരു പൊതുപരിപാടി വെക്കുമ്പോ അത് മുൻകൂട്ടി അറിയിക്കുക എന്നുള്ളത് മര്യാദയല്ലേ? നിങ്ങൾ എവിടുത്തെ ഈ പറഞ്ഞ വാക്ക് മുഴുവൻ റിജക്ട് ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? 12-ാം തീയതി അവിടെ റൂം ഏൽപ്പിച്ചണോ എന്നോട്? നിങ്ങൾ എറണാകുളത്ത് ഏറ്റിണെന്ന് പറഞ്ഞല്ലേ? 12-ാം തീയതി നിങ്ങളോട് പറയണ സുഹൃത്തെ, നിങ്ങളോട് പറയണതേ. അതെ, പിന്നെ പിന്നെ ആ വർത്താനം എന്തിനാ പറയുന്നത്? ആവശ്യമില്ല, ചോളല്ലാത്ത പറയേണ്ടത് 1.5 മാസം കിട്ടിയിട്ട് അവിടെ പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾ സ്ഥലം ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആ നമ്പർ എടുത്ത് പോട്ടെ. ഇനിയിപ്പോ നിങ്ങൾ എറണാകുളത്ത് വരാനാണ് താല്പര്യം, മലപ്പുറത്ത് പരിപാടി നടത്താനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടോ? അതോ നിങ്ങൾക്ക് മണ്ണാർക്കാട്ട് ലിയാക്കത്ത് വരൂല എന്നുള്ളത് കൊണ്ട് മണ്ണാർക്കാട് ആക്കണം താല്പര്യം ഉണ്ട്? ഏതാണ് നിങ്ങൾ? ഞാൻ എന്റെ ധൈര്യം എന്നോട് പച്ചയില ക്ലിപ്പ് പറഞ്ഞല്ലോ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ പരിപാടി സംഘടിപ്പിക്കണത് നിങ്ങൾ പറയും. നിങ്ങൾക്ക് രണ്ടോടത്ത് മണ്ണാർക്കാടും പറ്റൂല മലപ്പുറത്തും പറ്റൂലെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞ 5 അല്ല 10 മണിക്ക് തരാ. അന്നെ വിടൂല, പായനായിക്കൂല, തൊള്ളില് കുടുങ്ങീണ്. നിങ്ങൾ വേണമെങ്കിൽ എന്നെ ബ്ലോഗ് ആക്കാൻ തന്നെ കൊടുത്തോളി, മാർക്ക് ഇടാനായിട്ട് നിങ്ങൾ 5 ലക്ഷം തന്നെ കൊണ്ടേക്കോളി. പക്ഷെ പരിപാടി നടക്കണം, അത്രേ ഉള്ളൂ. ആ വിഷയത്തിൽ നിങ്ങളെ താല്പര്യം പോലെ ഞാൻ വെച്ചിടാന്നൊക്കെ പറഞ്ഞല്ലോ. അതിലൊന്നും ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂർത്തിയാക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടാദ്യം നിങ്ങളെ നമ്പർ ഒക്കെ കയ്യിൽ വെക്ക്. ഞാൻ നിങ്ങളിപ്പോ പരിപാടി എറണാകുളത്താണോ മലപ്പുറത്ത് നിങ്ങൾക്ക് കഴിയൂല നിങ്ങൾ പറഞ്ഞു? മലപ്പുറത്താണോ മണ്ണാർക്കാടാണോ? ഇനി 8 ദിവസം പരിപാടിക്കുള്ളൂ. മലപ്പുറത്താണോ മണ്ണാർക്കാടാണോ കൊച്ചിയിലാണോ നിങ്ങൾ പറയും?
എന്നെ ബ്ലോക്ക് കാക്ക ഇന്നലെ എന്നോട് പറഞ്ഞത് മണ്ണാർക്കാട്ടേക്ക് കാക്കാനെ ഉസ്താദിനെ കൊണ്ടുവന്നല്ലേ 5 ലക്ഷം റുപ്യ ആ വകുപ്പിൽ എനിക്ക് തരാന്ന്. അയാൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ തന്നെ പിടിച്ചോ. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അല്ലേ മണ്ണാർക്കാടല്ലേ? എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അല്ല മണ്ണാർക്കാട്. അങ്ങനെ തന്നെ അയാൾ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഹാള് ബുക്ക് ചെയ്തിട്ട് അറിയിക്കാന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മണ്ണാർക്കാട് എവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കണമെന്ന് എന്നോട് അറിയിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞുതരാം പോരെ? സമയം പറയണം. നാളെ പറഞ്ഞുതരാം. സമയം പറയണം. അതെ, നാളെ ഇൻഷാ അല്ലാഹ് ഒരു വൈകുന്നേരത്തിനുള്ളിൽ പറഞ്ഞുതരാം. സമയം വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞ സമയമുണ്ട്, ഒരു മണി പറയും. അത്ര കളറായിട്ട് മണി അങ്ങനെ വേണം. ഞാൻ കാരണം ഞാൻ ആകെ 8 ദിവസമുള്ളൂ. ഒരു 6 മണിക്ക് എനിക്ക് റിപ്ലൈ തരാം പോരെ? എന്ന് നാളെ ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് മണ്ണാർക്കാട് എവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് എന്ന് നിങ്ങൾ ഇന്നെ അറിയിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യപ്പെട്ട സ്ഥലം പറഞ്ഞുതരാം. ആര്യമ്പാവ് അരിയൂര് അറിയും എന്റെ മഹല്ല. അല്ല നിങ്ങൾ പേടിപ്പിക്കാൻ വിളിച്ചാണല്ലോ. ആര്യമ്പാവാണ്, അരിയൂരാണ് എന്റെ മഹല്ല്. അപ്പം പെരിന്തൽമണ്ണെന്ന് മണ്ണാർക്കാട് എത്തുന്നതിന്റെ ഒരു 8 കിലോമീറ്റർ മുമ്പാണ് എന്റെ ഹോം ടൗൺ, ചെറിയ സിറ്റി. ആര്യമ്പാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര്. അവിടെയാണ് എന്റെ നാട്. ഇനി അവിടെ തന്നെ പണി വെച്ചോളി. എനിക്ക് നാട് നന്നായിട്ട് മനസ്സിലായോ? അവിടെ തന്നെ വാക്കിന് സ്ഥിരത വേണ്ടേ? വാക്കിന് സ്ഥിരത ഇല്ലാത്ത ആർക്കാണെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലായി. മനസ്സിലായി. പിന്നെ അപ്പൊ മണ്ണാർക്കാട് ടൗണിലോ അല്ലെങ്കിൽ എന്റെ വീട് നിൽക്കുന്ന മഹലിലോ നിങ്ങൾ സ്ഥലം കണ്ടെത്തി ഞങ്ങൾ തപ്പിയാൽ ഞങ്ങൾക്ക് സ്ഥലം പറഞ്ഞാ പോരെ? മതി. പിന്നെ എത്ര റിസ്ക് എടുക്കണേ? എങ്ങനെ വീട് ഇനിയിപ്പോ നടക്കണ പാറയ്ക്കൊളമ്പ് എന്നാണ് എന്റെ നിൽക്കുന്നത്, എന്റെ ഗ്രാമത്തിന്റെ പേര്. എന്റെ വീട് നിൽക്കുന്ന ഗ്രാമത്തിന്റെ പേര് എന്റെ നാട്ടുകാരുടെ മുമ്പിൽ, എന്റെ നാട്ടുകാരുടെ പാറയ്ക്കൊളമ്പിലേ, പാറയ്ക്കൊളമ്പ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആര്യമ്പാവുന്ന ചെർപ്പളശ്ശേരി റോഡിന് കേറിയിട്ട് 1 കിലോമീറ്റർ കഷ്ടി ഉള്ളിലോട്ട് പോയാൽ എന്റെ വീട് ഞാൻ ഏർപ്പാടാക്കിക്കോളാം. അപ്പൊ നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളില് 6 മണിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് മണ്ണാർക്കാട് സ്ഥലം ഫിക്സ് ചെയ്തിട്ട് അറിയിക്കും. നിങ്ങൾ അറിയിക്കും. അതങ്ങനെ തന്നെ. 5 ലക്ഷം റുപ്യ നിങ്ങൾ DD എടുത്തോ. ഇന്നലെ ഇന്റെ പൈസ ഉണ്ട് വേക്കത്തിൽ. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്റെ DD എടുത്തിട്ട് അതിന്റെ ഫോട്ടോ നിങ്ങൾ എനിക്ക് അയച്ചാൽ. ഞാൻ താമസിക്കണത് ഇല്ല, നിങ്ങളെ നമ്പർ ഒന്നും നടക്കൂല. 5 ലക്ഷം റുപ്യ ഡിയാക്കത്തിന്റെ പേരിൽ DD എടുക്കുക. അത് DD നിങ്ങൾ ഒറിജിനൽ നിങ്ങളെ കയ്യിൽ വെച്ചോളൂ, എനിക്ക് തരണ്ട. പക്ഷെ അത് നിങ്ങൾ എടുത്തു എന്നുള്ളതിന്റെ തെളിവ് എനിക്ക് തരണം. ആയിക്കോട്ടെ, തരാം. അതും നാളെ ഈ സമയത്തിന് മുമ്പിൽ നിങ്ങൾ തരണം. ഓക്കെ. 23-ാം തീയതി സമാന്തരമായിട്ട് 23-ാം തീയതി ഞാൻ സമാന്തരമായിട്ട് ഒരു സംവിധാനം അവിടെ ഒരുക്കും. എങ്ങാനും പിന്മാറിയാൽ അന്ന് പരിപാടി അവിടെ നടക്കും. എന്റെ കയ്യിൽ തരജ് ഓടാഞ്ഞാ മതി. അല്ല, എനിക്ക് എന്റെ കയ്യിൽ വേണ്ട. അതൊക്കെ എനിക്കത് വേണ്ട. മനസ്സിലായോ? എന്നെ വിളവ് കാക്കാനത്ത് കൊടുക്കുമ്പോ സൂക്ഷിച്ചു കൊടുത്തോണ്ടു. പരിചയപ്പെടുത്തി തരണ്ട. നിങ്ങൾ എനിക്ക് വേണ്ടി 5 ലക്ഷം രൂപ നിങ്ങൾ അത് DD എടുക്കുക. അതിന്റെ തെളിവ് വേദി എവിടെയാണെന്നുള്ളതും നാളെ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് നിങ്ങൾ അറിയിച്ചാൽ നിങ്ങൾ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ ഉറപ്പിക്കും. ആയിക്കോട്ടെ, പോരെ? അതങ്ങനെ സൂചിക്കുമ്പോ വേദന ഉണ്ടാവും. കുറച്ച് വേദന ഉണ്ടാവും, കുറച്ച് കൊള്ളേണ്ടി വരും. ഇനി ബാക്കി പറഞ്ഞിട്ട് സംഭവത്തിൽ കാണാം. ഇല്ലല്ല, ഇജ് കൊടുക്ക ഓടുന്നു. അതാണ്ട് ഓടുകയാണ്. ഇജ് മറ്റേ ഇവനൊക്കെ പെരുമ്പാച്ചില്ല ആരിഫൊക്കെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബുദ്ധിയുള്ള ആളുകളെ വിവരക്കേണ്ട ചൂഷണം ചെയ്യാ പൊന്നര മുത്തായി. ഇജ് പായല്ല, ഞാൻ പൂർത്തിയാക്കി തരാം. അറിവില്ലായ്മനെ ചോദ്യം ചെയ്യാണ്. എത്രയും ബുദ്ധിയുള്ള ജനങ്ങളുണ്ട്. ഇപ്പൊ അത്രയും കാര്യങ്ങൾ തീരുമാനമായി. അതിന് ഇനി പിന്നോട്ട് പോകരുത്. ബാക്കി പറയും. ബാക്കി എന്താ പറയാനുള്ളത് അത് പറഞ്ഞിട്ട് വേഗം പറയും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തിരക്കൂട്ടണ്ട. എത്തപ്പോ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അപ്പൊ വ്യക്തമായിട്ടും ഇന്ന സ്ഥലത്ത് വെച്ച് 9:30 മണിക്ക് ഞാൻ എറണാകുളത്ത് കണ്ട് വരാന്നുള്ളതും എന്റെ സൗകര്യം പോലെ ചവിട്ടി കുത്താൻ പറ്റിയ സ്ഥലം പാകാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് മുണ്ടല്ല അതിനുള്ളൂ പറഞ്ഞോ. അതൊക്കെ പറഞ്ഞ് വ്യക്തമാക്കി തന്നെ ആ ക്ലിപ്പ് എടുത്തിട്ടാണ് ഈ ദുൽമിന്റെ പണി എടുക്കുന്നത്. എന്താ ദുൽമിന്റെ പണി വെച്ചവരയില് കണ്ടോ? ഇതാണ് പറയണേ, സുരക്ഷ ഉറപ്പ് തരാൻ കഴിയില്ല, അനിശ്ചിതത്വം തുടരുന്നു. എന്തേ ഓഫാക്കിയോ? നിങ്ങളത് പറഞ്ഞിട്ടില്ലേ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റില്ലെന്ന്? ചെയ്തണോ? അല്ല, നിങ്ങൾ സുരക്ഷ ഉറപ്പ് വരുത്താൻ പറ്റില്ല നിങ്ങളോട് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ മുന്നേ സംസാരിച്ച് നമ്മൾ പൂർത്തിയാക്കിച്ചോ.
നമ്മൾ കരാർ ചെയ്തോ? ഞാൻ എഴുതിയത് അതിൽ പറഞ്ഞതാണോ? ഞാൻ എഴുതിയത് നിങ്ങൾ പറഞ്ഞ വാക്കാണോ? അല്ലേ പറഞ്ഞ് അന്റെ സൗകര്യത്തിനെ വെച്ചെന്ന്, അന്റെ സൗകര്യം അല്ലല്ല, അന്റെ സൗകര്യത്തിന് വെച്ചെന്ന് തീരുമാനിച്ചു. അന്റെ സൗകര്യത്തിന് എനിക്ക് പറ്റിയ സ്ഥലത്തേക്ക് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ച, പിന്നെ സുരക്ഷിതത്തില്ലാന്ന് പറഞ്ഞ് എന്ത് ഈ ആളെന്ന് നമ്മളവിടെ രണ്ട് തന്തല്ല ആളെന്ന് പറയില്ല, മനസ്സിലായോ? ഇനി നിങ്ങൾ വരെ കണ്ട രണ്ട് തന്തക്കുള്ള ആളെന്ന് പറയല് 23-ാം തീയതി മണ്ണാർക്കാട് പരിപാടി സംഘടിപ്പിക്കും. അത് ഏത് വേദിയിലാണ്, ഏതാണ് സ്ഥലം, ഏതാണ് വേദി എന്ന് നിങ്ങൾ നാളെ വൈകുന്നേരത്തെ 6 മണിക്ക് തന്നെ അറിയിക്കും. ആ സമയത്തിനുള്ളിൽ എനിക്ക് തോറ്റാൽ തരാമെന്ന് ഏറ്റിട്ടുള്ള നിങ്ങളെ വെല്ലുവിളി തുക 5 ലക്ഷം രൂപ എന്റെ പേരിൽ DD എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കും. അതിന്റെ തെളിവ് എനിക്ക് സമർപ്പിക്കും. അത് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് ഞാൻ പൊതുജനങ്ങളുടെ മുമ്പിൽ വെക്കും. മനസ്സിലായി? ഇതിന് സമാധാനം പറഞ്ഞോണ്ടാ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി ഈ രണ്ട് തന്തക്കില്ലാത്ത പണി എന്തുകൊണ്ടെടുത്ത്, അതുമായി ബന്ധപ്പെട്ട പണി എന്തുകൊണ്ടെടുത്ത് ഇത് നീ കേട്ടോ, അന്നെ പറയാള് ഇത് കഴിഞ്ഞ് ഈ ക്ലിപ്പ് ഇട്ടതിന് ശേഷമാണ് അയാളിരുന്ന് അനക്കല്ലേ കഴിയണ്. ഈ ജാതി ഉൾപ്പില്ലാത്ത പണി മേലാൽക്ക് എടുക്കരുത്. ഇല്ല, ഈ മനുഷ്യന്മാരല്ലേ തോന്നിയാസം ചെയ്യില്ല. ക്രിസ്റ്റൽ ക്ലിയറിന്റെ ആളല്ലേ ഞാൻ. ഈയായിട്ട് കരാർ ഞാൻ നിങ്ങളായിട്ട് 100% കരാർ ഞാൻ നിങ്ങൾ ഇത് ഈ വിഷയത്തിൽ എന്റെ അവസ്ഥ ഇതാണ്, വെള്ളാനാകാണ്. അതുകൊണ്ടാ പറയണത്. ഈ രൂപത്തിലൊക്കെ ഞാനും ഈയും സംസാരിച്ച് റെക്കോർഡാക്കി വെച്ച കാര്യത്തിന്ന് വൈദ്യ പോയി കാഞ്ഞി പുറത്തു വിടണം സാഹിബേ. മാത്രം അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല, പുറത്തുവിടാൻ മുടിക്കുന്നുണ്ട്. എന്റെ സംസാരം എന്താന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് പൂർത്തിയാക്കിയ ബാക്കിൽ ആ ക്ലിപ്പിൽ ഇങ്ങനെ എഴുതി വിടാൻ പാടില്ലേക്കട്ടെ. കുറച്ച് കൊഴുപ്പില്ല വേണ്ടേ? ഞാൻ എന്നോട് കരാർ ചെയ്തണേല് എനിക്ക് ഉറപ്പ് തന്നോ? അവിടെ വന്നോളി, അവിടെ റൂം എടുത്തോളാം, 9:00 ഒരുങ്ങിക്കോളാന്നുള്ള കരാർ ചെയ്തണോ? ചെയ്തില്ല ഇപ്പൊ തന്നെ തരാം പൈസ. അല്ല ഇജ അങ്ങനെ കരാർ ചെയ്തില്ലെങ്കിൽ ഡിബേറ്റ് ഒന്നും വേണ്ട, 5 ലക്ഷം ഇപ്പൊ കൊണ്ടുവന്നിരും. ഇജ് ഏറ്റിനോട് ഇജ് റൂം അവിടെ അല്ല ലേക്കത്തെ അല്ലല്ല ആരാ പിന്മാറന്നൊക്കെ അറിയാം. കൊണ്ട് കൂട്ടിയാ കൂട്ടില്ലേ പിന്നെ നമ്മളെ ഏറ്റെടുക്കണ്ടേ? അത് ശരി. ഇതവിടെ റൂം എടുക്കാൻ ഏറ്റില്ല എന്നല്ലേ പറഞ്ഞ്? എന്ത് കരാറ്? കരാർ എഴുതിയ കാര്യം ആരോടെ പറഞ്ഞു? ആര് കരാറിന്റെ കാര്യം പറഞ്ഞു? കരാർ ഈ സംസാരിച്ച് ഇത്ര റിക്കാർഡിന്റെ കാര്യത്തില് സമ്മതിച്ചു. ഞാൻ തോറ്റു. മണ്ണാർക്കാട് പരിപാടി ഫിക്സ് ആയില്ലേ? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? മണ്ണാർക്കാട് പരിപാടി ഫിക്സ് ആയില്ലേ? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? അള്ളാന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം രണ്ട് എന്തൊക്കെ ഉണ്ടായത് ഇജ ഉണ്ടായത് മനസ്സിലായോ? അത് ഞാൻ ഉറപ്പെടുത്താൻ വേണ്ടി ഇമ്മാനോട് ചോദിച്ചു ഉറപ്പെടുത്തിക്കാണ്ടി അഞ്ഞു വെച്ചോ. നിങ്ങൾ ഇമ്മാനോട് ചോദിച്ചാണ്ട് എത്ര തന്തയാന്നുള്ളത് ഉറപ്പെടുത്ത്. അഞ്ഞു പറയാം. ഇനി നമുക്ക് മര്യാദക്ക് പറയാം. ഇനി നമുക്ക് മര്യാദ പറയാം. ഇനി ഇതുപോലെ തോന്നിയാസം കാണിക്കരുത്. അതുകൊണ്ടാ പറയുന്നത്. നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോളൂ. നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാവും. ഇനി ഇല്ല എനിക്ക് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിക്കണ്. ആയിക്കോട്ടെ, നാട്ടുകാർക്ക് എനിക്ക് കുറച്ച് സംഖ്യകൾക്ക് അറിയും. കുഴപ്പമില്ല. നാളെ വിളിപ്പിക്കാണ് വേദിയും 5 ലക്ഷത്തിന്റെ DD തെളിവും അത് നിങ്ങൾ തരണം. അതിന് പിന്മാറിയാല് പിന്നെ എനിക്കൊന്നും പറയാല്ല. ഞാൻ ഏറ്റവും അനക്കത്തെ ബേജാറ്. നാളെ വൈകുന്നേരത്ത് വേറെ എന്തെങ്കിലും ആ സംഭവത്തിന്റെ കാര്യത്തിൽ പറയാനുണ്ടോ? അതിന്റെ നമുക്ക് വിളിക്കാം. ചെലവും കാര്യങ്ങളൊക്കെ നിങ്ങളല്ലേ ഫുള്ള് ഏറ്റവും. കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് നിങ്ങൾ വിളിക്കും. പിന്നെ മാർക്ക് ഇടാനുള്ള ആളെ നിങ്ങൾ കൊടുന്നോളി. അത് ആരായാലും നമുക്ക് കുഴപ്പമില്ല. അത് പിന്നെ വന്നാ മതി. പിന്നെ വേറെ ഒന്നും ചോദിക്കാല്ലോ. പിന്നെ അത് ഞാൻ എവിടേക്കൊക്കെ വരാറുണ്ട്. അത്രേ ഉള്ളൂ. ഒരു ന്യൂനതയുള്ള ഇസ്ലാമിലെ നിയമം ഞാൻ അവിടെ തെളിയിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാം സെറ്റ്. ഇനി ആകെ 8 ദിവസമുള്ളൂ. അത് മനസ്സിൽ വെക്കണം. നാളെ എന്ന് പറയുമ്പോ പിന്നെ 7 ദിവസമുള്ളൂ. നമ്മളായിട്ട് ബന്ധപ്പെട്ട ഡിബേറ്റിന്റെ വിഷയം എന്താന്ന് എനിക്കറിയില്ലേ? നമ്മളായിട്ട് ബന്ധപ്പെട്ട് ഡിബേറ്റിന്റെ വിഷയം എന്താന്ന് ഞാൻ ചർച്ച ചെയ്ത് വെച്ചാൽ രണ്ടാമത് പാക്കേജ് തുറക്കണ്ടല്ലോ. അതിൽ എന്താ പാക്കേജ്? ഇസ്ലാമിൽ എന്തെങ്കിലും മനുഷ്യാവകാശം, ഇസ്ലാമില് മനുഷ്യാവകാശപ്പെട്ട എന്താ ചാർട്ടാണ് പൂർത്തിയാക്കാൻ പോണത്. ആയിക്കോട്ടെ. അതിൽ ന്യൂനതയുള്ള മനുഷ്യത്വ വിരുദ്ധമായ നിയമം ഉണ്ടെന്ന് ഞാൻ തെളിയിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഒരു നിയമം തെളിയിച്ചാണ് പോയാ പോരാ. പിന്നെ എന്റെ ദീൻ തിന്നല് നിക്കൂല. അതും കൂടി നിർത്തണം എനിക്ക്. അജ തോണ്ടി തിന്ന് നടക്കാണല്ലോ ദീന്. അന്റെ ട്രൗസർ പോലെ ഊരും. രണ്ടും പൂർത്തിയാക്കിട്ട് വിളിക്കുക സാഹിബേ. നാളെ ഈ പറഞ്ഞ വേദി ബുക്ക് ചെയ്ത്
5 ലക്ഷത്തിന്റെ DD എടുത്തതിന് തെളിവായിട്ട് നാളെ വൈകുന്നേരത്തിനുള്ളിൽ അത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഏർപ്പാടാക്കും അതിനെ പറ്റി ബേജാറാണ്. നാളെ ആയിക്കോട്ടെ. എനിക്ക് നാളേക്കുള്ള വിവരം തരാം. പേര് എന്റെ ചാനലിന്റെ പേരാണ് ലിയാഖത്ത് അലി. ഇനി ദയവേത് ലീഗൽ നെയിം എഴുതുമ്പോ DD എടുക്കുമ്പോ ഇനി ദയവേത് എഴുതിയാൽ മതി കേട്ടോ. ആയിക്കോട്ടെ. ഇനി മേലാൽക്ക് ജാതി തോന്നിയാസം വേറെ ചെയ്തു. അത് നിങ്ങൾ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് കണ്ണാടി നോക്കി പറഞ്ഞോളി. ഇനി ഉളുപ്പില്ലാത്ത നാസറാക്ക പറഞ്ഞ വേർഡ്സ് നിങ്ങൾ യോഗ്യനായി, മനസ്സിലായോ? അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. അല്ല പറയാനുള്ള ഞാൻ പറഞ്ഞില്ലേ ലേഖത്തിനോട് പറയാള് പറയുന്നത്. സംസ്കാരം നിങ്ങളെ വിശ്വാസവും അതിന് നിങ്ങൾ അനുവദിക്കുന്നു എന്നാണ് നിങ്ങൾ എന്നോട് ഇന്നലെ പറഞ്ഞത്. അതിപ്പോ ആൾക്കാർ ഇപ്പൊ കേട്ടോണ്ടിരിക്കും. സംസ്കാരം പറയേണ്ടേനും ചെയ്യേണ്ടേനും കേൾക്കേണ്ടേനും ഒക്കെ ചെയ്യേണ്ടി വരും. സംസ്കാരം നിങ്ങൾ ചെയ്തോളി. അതിനിപ്പോ നമ്മക്കിപ്പോ എന്തായാലും നിങ്ങളെ സംസ്കാരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാനും പെരുമാറാനും പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം അല്ല, ഇതിനെ പറ്റി തോന്നിയ സമയം 5 ലക്ഷം റുപ്യ എനിക്ക് തെരഞ്ഞ് തെളിയിച്ചാൽ ഇന്ന് 2 ദിവസം മുന്നത്തെ ക്ലിപ്പ് ഉണ്ടല്ലോ, എനിക്ക് 5 ലക്ഷം വേണ്ടേ? എന്തിന് എന്റെ കയ്യാ ഇന്നലെ പറഞ്ഞില്ല 50,000 റുപ്യാന്ന്. എനിക്ക് പൈസന്റെ ഓഫർ എനിക്ക് അന്നും വേണ്ട. എന്തിനാ വെറുതെ മെനക്കിക്കണേ? ഇങ്ങോട്ട് എന്തേ ഇജ്ജ് തോന്നിയാസം എന്റെ മുകളിൽ പറഞ്ഞ തെളിയിച്ച 5 ലക്ഷം റുപ്യ എന്തെങ്കിലും പൈസ വേണ്ടേ? ഞാൻ പറഞ്ഞില്ല നിങ്ങള് മാർക്ക് 5 ലക്ഷത്തിന് മാർക്ക് ഇന്നലെ 50,000 റുപ്യ ആണില്ലേ? ഇന്നലെ 50,000 റുപ്യ ആണില്ലേ? താല്പര്യമില്ലാത്തോണ്ടാണ്, മനസ്സിലായോ? പക്ഷെ നിങ്ങളെ പൊതുവേദിയിൽ നിങ്ങളെ എനിക്ക് കിട്ടണം. അത്ര എനിക്ക് നിങ്ങളെ കിട്ടണം. നിങ്ങൾ 5 ലക്ഷത്തിന് എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാണ് മാർക്കിടാൻ നിങ്ങൾ ആളെ കൊടുന്നോളി എന്ന് പറഞ്ഞത്. കൊറേ കാലായി ദീന്റെ മുകളിൽ ചളി വാരിത്തേക്ക്. അല്ല വിവരക്കേടായിട്ട് കേറിയാണ്ട് ഈ ദീന്റെ മുകളിൽ കൊറേ കാലായി ചളി വാരിത്തേക്ക്. ദീനിന്റെ മുകൾക്ക് ഇനി എന്തെന്ന് ചളി വാരി അറിയാൻ ഞങ്ങൾ പറയണേ? എന്താ ഞാൻ പറഞ്ഞെന്താ ചളി വാരി അറിയേ? കൊറേയായി വാരിത്തേക്കുന്നു. ഇന്നലെ എന്റെ സംസാരത്തില് അതിന് ഫിക്സ് ചെയ്ത് കൺഫേം ആക്കിട്ട് അവിടെ നിർത്താം. അത് ഫിക്സ് ചെയ്ത് അന്റെ ക്ലിപ്പിൽ വരുന്ന വിവരക്കേട് കേൾക്കണം എനിക്ക് വേണ്ട. എനിക്കിപ്പോ കേൾക്കണ്ട. അതിനൊക്കെയുള്ള അവസരം നിങ്ങൾക്ക് ഞാൻ തരാം. 23-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് പറഞ്ഞോളി. ശരി കേട്ടോ. ഞാൻ അതിന് മുമ്പൊക്കെ പറയണെങ്കിൽ നിങ്ങൾ എന്നെ ബ്ലോഗ് ആക്കി കൂടി ഇരുന്നിട്ട് വീഡിയോ ചെയ്തോളൂ, കുഴപ്പമില്ല. ആയിക്കോട്ടെ. പരിപാടി 23-ാം തീയതി നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ നിങ്ങൾ അറിയിക്കും. നാളെ 6 മണി ഞാനും എന്നെ ബ്ലോഗായിട്ട് ബന്ധപ്പെട്ടോണ്ട് വീഡിയോ ചെയ്തുതരാം. അത് കേട്ടോളൂ. കുഴപ്പമില്ല. ഇത് നാളെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചോക്ക് ഞാൻ ഏറ്റ കാര്യമില്ല. പിന്മാറിയെന്നാണ് അർത്ഥം. അത് ഞാൻ പ്രഖ്യാപിക്കും. അപ്പൊ പിന്നെ ബേജാറായിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ ഏറ്റെന്ന് പറഞ്ഞാലേ പിന്നെ എനിക്ക് എന്തിനാ ബന്ധപ്പാടാണ്. അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലേ നിങ്ങൾ തോറ്റ് പിന്മാറിയെന്ന് ഞാൻ എഴുതും. ഞാൻ ബിൽഡിംഗ് വാങ്ങി കാട്ടി തരണം എനിക്ക്. അതൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ ബുക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽ ബേജാറാണ് ഏർപ്പാടാക്കിയോളാം. ഓക്കെ. DDയുടെ കാര്യം മറക്കണ്ട കേട്ടോ. നിങ്ങൾ എന്നെ തിരിച്ചുകൊണ്ടാണുള്ളതാണ്. നിങ്ങൾ 5 ലക്ഷം റുപ്യ അവിടെ വെക്കണം അതിന് വേണ്ടിട്ട് ഒരു 10 ദിവസം. ഓക്കെ. ശരി.